എന്നും പറയുന്ന വിഷയമാണ്, എന്നും പറയേണ്ടി വരുന്ന വിഷയമാണ് തെരുവുനായ ആക്രമണം. നേരത്തെ പൊതുസ്ഥലത്തായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ വീടിനകത്ത് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഒരു ABC സെന്റർ പോലും ഇല്ലാത്ത മലപ്പുറത്തെ തെരുവുനായ ആക്രമണത്തിൽ പ്രതിവിധി ആവശ്യപ്പെട്ട് പോരാട്ടത്തിനിറങ്ങിയ സ്വാലിഹിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ഗോകുൽ കെ വേണുഗോപാൽ. വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്ന് തെരുവുനായ ശല്യം. പുറത്തുവരുന്ന CCTV ദൃശ്യങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. വീടിന് പുറത്ത് കളിക്കുന്ന, വീടിനകത്ത് കിടന്നുറങ്ങുന്ന കുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തൻ്റെ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 3 വയസ്സുകാരി മകളെ തെരുവുനായ ആക്രമിച്ചപ്പോൾ പോരാട്ടത്തിനിറങ്ങിയതാണ് മലപ്പുറം കോട്ടക്കൽ സ്വദേശി സ്വാലിഹ്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം എവിടെ വരെ എത്തിയെന്ന് നമുക്ക് നോക്കാം. അതിരൂക്ഷമാണ് തെരുവുനായ ശല്യം. കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. അതിന് തൊട്ട് തലേ ദിവസം 2 വിദ്യാർത്ഥിനികൾക്ക് മാരകമായി പരിക്കേറ്റു. അതിന് ഒരു ദിവസം മുമ്പാണ് വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന 8 വയസ്സുകാരനെ വീടിനകത്തു കയറി തെരുവുനായ കടിച്ചെടുത്തത്. ആ കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജില്ലയിൽ ഒരു ABC സെന്റർ പോലുമില്ല എന്നതാണ് വിരോധാഭാസം. സ്വാലിഹിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു സ്വാലിഹിൻ്റെ 3 വയസ്സുകാരി കുട്ടിയെ തെരുവുനായ വീട്ടിന് മുറ്റത്ത് വെച്ച് ആക്രമിച്ചത്. 29-ാം തീയതി കോട്ടക്കൽ നഗരസഭയ്ക്ക് മുമ്പിൽ സ്വാലിഹ് വലിയൊരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷവും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തി. പക്ഷേ തെരുവുനായ ശല്യം അവസാനിക്കുന്നില്ല. സ്വാലിഹ് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. തങ്ങളുടെ മകൾക്കാണ് അക്രമത്തിൽ പരിക്ക് പറ്റിയത്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി, നിവേദനങ്ങളൊക്കെ കൊടുത്തു എന്നറിയുന്നു. എന്താ ഇപ്പോൾ അവസ്ഥ? എനിക്ക് തക്കമായ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ഞാൻ അവിടെ സത്യാഗ്രഹം ഇരുന്നതിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു ന്യൂസിൽ ചെയർപേഴ്സൺ പറഞ്ഞ് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പരാതി എവിടെ എത്തി എന്നുള്ള രീതിയിൽ നഗരസഭയ്ക്ക് ഞാൻ വിവരാവകാശം കൊടുത്തേക്കണം. അതിൻ്റെ പുറമെ പേ വിമുക്ത കോട്ടക്കൽ എന്ന് പറഞ്ഞ പേരിൽ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിലും ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിൽ ഇപ്പോൾ ആകാശം ഭൂമി മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഏത് പ്രതിബന്ധങ്ങളും ഇന്നെ ഇതാക്കണില്ല. ഞാൻ ഇതിന് ഒരു കൃത്യമായ സമയം വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എൻ്റെ സമരം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കും. ശേഷം ഞാൻ എന്ത് ചെയ്തു, ജുഡീഷ്യറിയിലേക്ക് കടക്കും. എൻ്റെ സുഹൃത്തിൻ്റെ കുട്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞാനാണ് ആ കുട്ടിയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയതും അതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് നേതൃത്വം നൽകിയതൊക്കെ ഞാനാണ്. അപ്പോൾ ആ കുട്ടിയെ വീടിൻ്റെ ഉള്ളിൽ, അതായത് സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ സ്വന്തം ബെഡിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ കുട്ടി, ആ ഉറക്കത്തിൽ കുട്ടി നായ കടി ആ സമയത്താണ് കുട്ടി ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. ഒക്ടോബർ മുതൽ 2025 ജൂലൈ വരെ 99,236 പേർക്ക് സംസ്ഥാനത്ത് തെരുവുനായുടെ കടിയേറ്റു. ഈ കാലയളവിൽ 23 പേർ പേവിഷബാധയേറ്റ് മരണപ്പെടുകയും ചെയ്തു. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും കാര്യക്ഷമമാകുന്നില്ല എന്നത് ബോധ്യമാണ്. അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യം ജനങ്ങൾ ഭയപ്പാടിലാണ് എന്നുള്ളതാണ്. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.